കാർഷിക വാർത്തകൾ. ഏഷ്യൻ റബ്ബർ മാർക്കറ്റിൽ വിലക്കയറ്റം. റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങൾ ഓഫ് സീസണിലേക്ക്. ഏലക്ക വിപണിയിൽ സജീവമായി ഉത്തരേന്ത്യൻ വ്യാപാരികൾ. കുരുമുളക് ലഭ്യത കുറയുന്നു. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര രംഗത്ത് ഉണർവ്. പ്രമുഖ അവധി വിപണികളിൽ നിക്ഷേപകർ കാണിച്ച താൽപര്യം വിലക്കയറ്റത്തിന് വഴിതെളിച്ചു. മുൻനിര റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങൾ ഓഫ് സീസണിലേക്ക് നീങ്ങുന്നതിനാൽ വിതരണ രംഗത്ത് തടസ്സം നേരിടാനുള്ള സാധ്യത വിപണിയെ പുതിയ ദിശയിലേക്ക് നയിക്കാം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റബ്ബർ ടാപ്പിംഗ് മന്ദഗതിയിലാണ്. പകൽ താപനില ഉയർന്നതിനൊപ്പം റബ്ബർ മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത കുറഞ്ഞത് വ്യവസായികളെ അസ്വസ്ഥരാക്കുന്നു. ഷീറ്റിന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ ടയർ നിർമ്മാതാക്കൾ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 159 രൂപയിൽ നിന്നും 190 ഉയർത്തി. 5ാം ഗ്രേഡ് 157 രൂപയിലും വിപണനം നടന്നു. ഏലക്ക ലേലത്തിൽ 1/2 ലക്ഷം കിലോ ചരക്ക് വിൽപ്പനയ്ക്കിറങ്ങി. മലയോര മേഖലയിൽ വിളവെടുപ്പ് അവസാനിക്കാറായത് മുൻനിർത്തി ലഭ്യമാവുന്ന ചരക്ക് ലേലം കൊള്ളാൻ വാങ്ങലുകാർ ഉത്സാഹിക്കുന്നുണ്ട്. ഉയർന്ന താപനിലയിൽ വിളവെടുപ്പ് പൂർണ്ണമായി സ്തംഭിക്കുമെന്ന സൂചനയാണ് ഉൽപ്പാദകരിൽ നിന്നും ലഭ്യമാവുന്നത്. അതേസമയം ജലസേചന മാർഗമുള്ള തോട്ടങ്ങളിൽ വിളവെടുപ്പ് തുടരാം. ഉത്തരേന്ത്യൻ വാങ്ങലുകാരും കയറ്റുമതിക്കാരും ചരക്ക് സംഭരണ രംഗത്തുണ്ട്. ശരാശരി ഇനങ്ങൾ കിലോ 2990 രൂപയിലും മികച്ച ഇനങ്ങൾ കിലോ 3222 രൂപയിലും കൈമാറി. മൊത്തം 52624 കിലോ ഏലക്കയുടെ ഇടപാടുകൾ നടന്നു. ദക്ഷിണേന്ത്യൻ വിപണികളിൽ കുരുമുളകിന് വിൽപ്പനക്കാർ കുറഞ്ഞത് വാങ്ങലുകാരെ കാർഷിക മേഖലയിൽ നേരിട്ട് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. സംസ്ഥാനത്ത് വിളവെടുപ്പ് മുന്നേറുന്ന അവസരത്തിലും ചരക്ക് ലഭ്യത കുറഞ്ഞത് ഉൽപാദനക്കുറവിനെ വ്യക്തമാക്കുന്നു. ഗാർബിൾഡ് മുളക് 67,900 രൂപയിൽ വിപണനം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ഭക്ഷ്യ വിലക്കയറ്റത്തിൽ കേരളം മുന്നിൽ. നഗരങ്ങളെക്കാൾ വിലക്കയറ്റത്തിൽ മുന്നിൽ ഗ്രാമമേഖലകൾ. കേരളത്തിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. വെളിച്ചെണ്ണയുൾപ്പെടെ പാചകത്തിനുപയോഗിക്കുന്ന എണ്ണകൾക്കെല്ലാം വില വർദ്ധിച്ചു. പച്ചക്കറികൾ, പഴങ്ങൾ, മുട്ട തുടങ്ങിയവയ്ക്കും ഗണ്യമായ വിലവർധനയാണ് അനുഭവപ്പെട്ടത്. ധാന്യങ്ങൾക്കും പയറുവർഗ്ഗങ്ങൾക്കുമുണ്ടായ വിലവർധനയും വലുതായിരുന്നു. ചില ഉൽപ്പന്നങ്ങളുടെ വിലവർധനയ്ക്കു കാരണമായത് വിതരണ ശൃംഖലയിലെ അപാകതകളാണ്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയമാണ് കഴിഞ്ഞ മാസത്തെ ചില്ലറ വിലക്കയറ്റ തോത് പുറത്തുവിട്ടത്. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലപ്പെരുപ്പം ഒക്ടോബറിൽ 15 മാസത്തെ ഉയർന്ന നിലയായ 10.9%. നവംബറിൽ 9.04%, ഡിസംബറിൽ 8.39%. ഭക്ഷ്യവിലപ്പെരുപ്പം ജനുവരിയിൽ 6.02%, കുത്തനെ താഴ്ന്നതും വൻ ആശ്വാസമായി. വെളിച്ചെണ്ണ വില 54.2%, ഉരുളക്കിഴങ്ങ് 49.61%, തേങ്ങ 38.71%, വെളുത്തുള്ളി 30.65% എന്നിങ്ങനെയാണ് കഴിഞ്ഞ മാസത്തെ ദേശീയ തലത്തിലെ വിലവർധന. അതേസമയം ജീരകം, ഇഞ്ചി, വറ്റൽമുളക്, വഴുതന, LPG എന്നിവ വിലക്കുറവിൽ മുന്നിലെത്തിയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സമേതിയിൽ ഇനി കർഷകർക്കും പരിശീലന പരിപാടികൾ നടത്തുമെന്ന് സംസ്ഥാന കൃഷി മന്ത്രി P. പ്രസാദ്. സമേതിയിലൂടെ ഓരോ വർഷവും 50-ൽ പരം പരിശീലന പരിപാടികളിലൂടെ 2000-ലേറെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നുണ്ട്. സ്റ്റേറ്റ് അഗ്രികൾച്ചർ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരും ദിവസങ്ങളിൽ കർഷകർക്ക് കൂടി വിവിധ പരിശീലനങ്ങൾ നൽകുന്നതിനുള്ള കേന്ദ്രമായി മാറ്റുമെന്ന് സംസ്ഥാന കൃഷി മന്ത്രി P. പ്രസാദ് പറഞ്ഞു. കാർഷിക മേഖലയിലെ സെന്റർ ഓഫ് എക്സലൻസ് എന്ന തരത്തിൽ രൂപം കൊടുത്തിട്ടുള്ള സ്ഥാപനമാണ് സമേതിയെന്നും മന്ത്രി പറഞ്ഞു. സമേതി ഓരോ വർഷവും 50-ലധികം പരിശീലന പരിപാടികളിലൂടെ 2000-ലേറെ ഉദ്യോഗസ്ഥർക്ക് എല്ലാ വർഷവും പരിശീലനം നൽകുന്നുണ്ട്. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന ജൈവ കൃഷി പദ്ധതിയുടെ PGS സർട്ടിഫിക്കേഷൻ റീജിയണൽ കൗൺസിലായും സമേതി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനോടകം 590 ക്ലസ്റ്ററുകൾക്ക് PGS സർട്ടിഫിക്കേഷൻ നൽകാൻ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച കർഷകർക്കുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നതും സമേതിയാണ്. കൃഷി ഉദ്യോഗസ്ഥർക്ക് നൽകി വരുന്ന PG ഡിപ്ലോമ കോഴ്സ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ഹെൽത്തുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നതിന്റെ ചുമതലയും സമേതി വഹിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചിയിലെ തേയില ലേല കേന്ദ്രങ്ങളിൽ വില ഉയരുന്നു. പ്രാദേശിക ആവശ്യകത കുറഞ്ഞതാണ് വിലയെ ബാധിച്ചത്. പ്രാദേശിക തേയില വാങ്ങുന്നവരിൽ നിന്നുള്ള ഡിമാൻഡ് കുറഞ്ഞത് കൊച്ചി ലേലത്തിലും പ്രതിഫലിച്ചു. തേയില വിലയിൽ പ്രത്യേകിച്ച് CTC പൊടി ഗ്രേഡുകളുടെ കാര്യത്തിലാണ് പ്രധാനമായി സ്വാധീനമുണ്ടായത്. കയറ്റുമതിക്കാരും നാട്ടിൻപുറങ്ങളിലെ വാങ്ങലുകാരും 6500 കിലോഗ്രാം തേയിലയുടെ ചെറിയ അളവ് സ്വീകരിച്ചതോടെ ഓർത്തഡോക്സ് പൊടി വിപണി താഴ്ന്ന നിലയിലായിരുന്നു. അതേസമയം ഓർത്തഡോക്സ് ഇല വിപണി ശക്തമായിരുന്നു. മിഡിൽ ഈസ്റ്റിലേക്കുള്ള കയറ്റുമതിക്കാർ സജീവമാണ്. അതേസമയം CIS രാജ്യങ്ങളിൽ നിന്നുള്ള വാങ്ങലുകാർ മികച്ച പിന്തുണ നൽകുന്നുണ്ട്. കൊച്ചിയിൽ പ്രൈമറി ഗ്രേഡുകൾക്ക് കിലോയ്ക്ക് 175 രൂപയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സെക്കൻഡറി ഗ്രേഡുകൾക്ക് കിലോയ്ക്ക് 130 രൂപയായി കുറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊക്കോ വിപണി വീണ്ടും സജീവമാകുന്നു. 1 കിലോ ഉണക്ക കൊക്കോയുടെ വില
650 രൂപയായി ഉയർന്നു. റബ്ബറിനു തകർച്ച നേരിട്ടതോടെ നിരവധി പേരാണ് കൊക്കോ കൃഷിയിലേക്കു തിരിഞ്ഞത്. കഴിഞ്ഞ വർഷം 200 രൂപയിൽ നിന്ന് 1000-ആയി ഉയർന്ന വില പിന്നീട് അതിവേഗം 300 മുതൽ 400 രൂപയിലേക്ക് തിരിച്ചിറങ്ങിയിരുന്നു. ഈ വിലയാണ് വീണ്ടും ഉയരുന്നത്. കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നതിനാൽ ഉൽപാദനം കുറഞ്ഞതാണ് പ്രധാന കാരണം. കഴിഞ്ഞ ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ പെയ്ത മഴയാണ് കൊക്കോയുടെ ഉൽപാദനം കുറയാൻ പ്രധാന കാരണം. കൊക്കോ വില മികച്ച നിലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കർഷകർ പുതിയ നടീലിന് ഉത്സാഹിക്കുന്നുമുണ്ട്. വില കുറവാണെന്ന കാരണത്താൽ പല കർഷകരും കൊക്കോ വെട്ടിമാറ്റി മറ്റ് കൃഷികളിലേക്ക് തിരിഞ്ഞിരുന്നു. അതേസമയം നട്ട 1 വർഷം പിന്നിട്ടപ്പോൾ മികച്ച വിളവ് ലഭിക്കുന്ന ഇനം ഒട്ടുതൈകളും വിപണിയിൽ സജീവമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭൗമ സൂചിക പദവി ലഭിച്ച മറയൂർ ശർക്കരയിലും മായം. മറയൂരിലെ തനത് കരിമ്പ് കർഷകർ പ്രതിസന്ധിയിൽ. മറയൂരിലെ ശർക്കര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കരിമ്പ് കർഷകർ പ്രതിസന്ധിയിൽ. 7 വർഷം മുമ്പ് ലഭിച്ചിരുന്ന വിലയാണ് ഇപ്പോഴും കരിമ്പിന് ലഭിക്കുന്നത്. കരിമ്പ് വെട്ടുകൂലി ഉൾപ്പെടെയുള്ള ഉൽപാദന ചെലവ് ഭീമമായത് കർഷകരെ വെട്ടിലാക്കി. പലപ്പോഴും മൂപ്പെത്തിയ കരിമ്പ് പോലും കരിമ്പ് വിളവെടുക്കാതെ തോട്ടങ്ങളിൽ തന്നെ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയാണുള്ളത്. മറയൂരിൽ വ്യാപാരികൾ കാലങ്ങളായി മറയൂർ ശർക്കര മാത്രമാണ് വിപണിയിലെത്തിച്ചിരുന്നത്. ഇത് കർഷകർക്ക് ഏറെ ഗുണം ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശർക്കര മറയൂർ ശർക്കരയ്ക്കൊപ്പം കലർത്തിയാണ് വിപണിയിലെത്തുന്നത്. തമിഴ്നാട് ശർക്കരയുടെ പുളിപ്പ് രസം ഒഴിവാക്കാനായി ശർക്കരയിൽ പഞ്ചസാരയും കുമ്മായവും ചേർക്കുന്നതായി ആക്ഷേപമുണ്ട്. മറയൂരിലെ 1-ാം തരം ശർക്കരയ്ക്ക് പച്ച കലർന്ന ബ്രൗൺ നിറമാണ്. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ശർക്കരയിൽ മായം ചേർത്ത ഈ നിറവും വ്യാജന്മാർ നിലനിർത്തുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 190, RSS 5 186, ലാറ്റക്സ് 135, ജാതിക്ക 380, ജാതിപത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 230, കാപ്പിക്കുരു 300, കൊക്കോ പരിപ്പ് 600, കുരുമുളക് ഗാർബിൾ 67900, കുരുമുളക് അൺഗാർബിൾ 65900, ഏലക്ക 2900 മുതൽ 3000 വരെ, വെളിച്ചെണ്ണ 22450, കൊപ്ര 17200, ചുക്ക് 32500.